അറിയിപ്പുകളിലേക്ക് പോയ ശേഷം മടങ്ങിയെത്താം. ഡാനി, നമ്മൾ ഇപ്പോൾ സംസാരിച്ചിരുന്നത് കളമശ്ശേരിയിലെ പ്രശ്നമാണ്. കളമശ്ശേരി നഗരസഭയുടെ അനാസ്ഥയാണ് അവിടെ കൗൺസിലർ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം ജനങ്ങളും അതേ തുടർന്ന് അവിടെ മാർച്ച് നടത്തി ഇന്നലെ CPM. കൊച്ചിയിലേക്ക് എത്തിയാൽ ഇപ്പോൾ മേയർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എത്രയാണ്, 4000 കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇത് കൊച്ചിയെ സിംഗപ്പൂർ ആക്കാമെന്നൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെയാണോ ഇതിനുള്ള പരിഹാരം? എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള ഒരു കൂട്ടായ ചർച്ച, ആ ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ എപ്പോഴെങ്കിലും കൊച്ചിയിൽ? ലൈറ്റുകൾ ഇടേണ്ട സമയബന്ധിതമായ സമയം കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കാണാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി CSML ഇക്കാര്യത്തിൽ കോർപ്പറേഷൻ നേരത്തെ ഉള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ കൂട്ടായ ഒരു ചർച്ചയിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. കാരണം കൊച്ചിയിലെ വെള്ളക്കെട്ടിന് അടിയന്തരമായ പരിഹാരം കാണേണ്ടതാണ്. കോടികളുടെ പദ്ധതികൾ നടപ്പാക്കുമ്പോഴും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വസ്തുതയായിട്ട് തന്നെ അവശേഷിക്കുന്നു. അതിത്രം വലിയ മഴ വരുമ്പോൾ അത് അടയാളപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കൊച്ചി എങ്ങും പോയിട്ടില്ല, പഴയ കൊച്ചിയായി അതേ രീതിയിൽ തന്നെ തുടരുന്നു എന്നതാണ്. ഇവിടെ വന്നിരിക്കുന്ന ഇപ്പോൾ കൗൺസിലർമാരെ അടക്കമുള്ള ജനപ്രതിനിധികളുടെ ഒരു പ്രതിഷേധം ശക്തമായ രീതിയിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം നടക്കുമ്പോൾ അവർ പ്രധാനമായി തന്നെ പറയുന്നത് കൊച്ചിൻ കോർപ്പറേഷൻ ഒരു നിസ്സഹകരണം തന്നെയാണ് ഈ രീതിയിലേക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. കാരണം ഒരു ചർച്ചയും വലിയ രീതിയിൽ നടക്കുന്നില്ല എന്നതാണ് പറയുന്നത്. നമുക്കൊപ്പം മുഹമ്മദ് റിയാസ് DCC പ്രസിഡന്റ് ചേരുന്നുണ്ട്. കൊച്ചിൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രീതിയിലുള്ള ഏതെങ്കിലും ഒരു അല്ല, ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് കൊച്ചിൻ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇവിടെ ഈ കോർപ്പറേഷൻ മാത്രമല്ല, ജനപ്രതിനിധികളാണ്, MP ഉണ്ട്, MLA ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരുമായി കൂടിയാലോചിച്ചിട്ടുള്ള ഒരു സംവിധാനം, ജനങ്ങളെ ഈ വെള്ളക്കെട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു സംവിധാനത്തെ കുറിച്ച് കോർപ്പറേഷൻ മുൻകൈയെടുത്ത് ചെയ്യേണ്ടത് ഇതുവരെ ചെയ്തിട്ടില്ല. മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല. അത് കോർപ്പറേഷൻ മേയർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു മഴ പെയ്താൽ പോലും കൊച്ചി മുങ്ങിത്താഴുന്ന ഒരു അവസ്ഥയിൽ നിന്നും മാറി ഇന്ന് കാലവർഷം ശക്തി പ്രാപിക്കാതെ കാലവർഷം തുടങ്ങാത്ത സമയത്ത് പോലും പെയ്ത ഒരു മഴയത്ത് കൊച്ചി മുങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുരുതരമായ പ്രതിസന്ധി ഇന്ന് നാട് മുഴുവൻ കാണുകയാണ്. അതിനെതിരായിട്ടുള്ളൊരു ജനങ്ങളുടെ പ്രതിഷേധമാണ് ഇന്ന് കോൺഗ്രസ് കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ നടത്തുന്നത്. ഇത് കൂട്ടായ ഉത്തരവാദിത്തം കോർപ്പറേഷനുണ്ട്. വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ട് ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ വാങ്ങിക്കൊണ്ട് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. നഗരസഭയ്ക്കകത്ത് വലിയ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് നഗരസഭയ്ക്കകത്ത്, താങ്കൾ ഒരു കൗൺസിലർ കൂടിയാണ്, നഗരസഭയ്ക്കകത്ത് ക്രിയേറ്റീവായ ഏതെങ്കിലും രീതിയിൽ വെള്ളക്കെട്ടിനെ പ്രതിരോധിക്കുക, ആ രീതിയിൽ എന്തെങ്കിലും ചർച്ച? യഥാർത്ഥത്തിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ആരംഭിക്കേണ്ട മഴക്കാലപൂർവ്വ ശുചീകരണം ഇത്തവണ ആരംഭിച്ചിട്ടില്ല. ടെൻഡർ പോലും വളരെ വൈകിയാണ് കൊടുത്തത് എന്നുള്ളതാണ് സമയത്ത് ആരംഭിക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല. അതെന്താണ് എന്ന് പരിശോധിക്കുന്നതിന്, അത് മോണിറ്റർ ചെയ്യുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോ ഇവിടെ ഇരിക്കുന്ന ഭരണകൂടമോ LDFന്റെ ഭരണകൂടമോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്രാവശ്യം ഇത്രയും വലിയ വെള്ളക്കെട്ട് നഗരത്തിലുണ്ടായത്. എന്തോ ഈ രീതിയിൽ പ്രതികരണങ്ങൾ ഈ രീതിയിലാണ്. കാരണം വലിയ രീതിയിലുള്ള ഒരു ചർച്ചകൾ ഒരു ഭാഗത്തും തന്നെ നടക്കുന്നില്ല എന്ന് തന്നെയാണ് ഒരു കുറ്റപ്പെടുത്തൽ. കാരണം നേരത്തെ നമ്മളോട് സംസാരിച്ച എല്ലാവരും ഈ രീതിയിൽ തന്നെയാണ്. കൊച്ചി ഇതുവരെ കാണാത്ത രീതിയിലേക്ക് നഗരത്തിനകത്ത് വലിയ വെള്ളക്കെട്ട് അടക്കം രൂപപ്പെടുന്നു. മെട്രോയും എല്ലാം തന്നെ ഇവിടെ പ്രാവർത്തികമാകുമ്പോൾ പോലും കൊച്ചി നഗരത്തിനകത്ത് വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഏത് രീതിയിലുള്ളൊരു പദ്ധതികൾ വേണമെന്നത് സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എങ്ങും എത്താതെ തന്നെ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെയാണ് മുല്ലശ്ശേരി കനാൽ സംബന്ധിച്ച് നിരവധിയായ വാർത്തകളുണ്ടായിരുന്നു. ഒടുവിൽ ഹൈക്കോടതി തന്നെ ഇടപെട്ടുകൊണ്ട് അമിക്കസ് ക്യൂറിയെ നിയമിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അതിന്റെ ഒരു പുരോഗതി വിലയിരുത്തുന്നതിന് ഇത്തരം പദ്ധതികളൊന്നും എവിടെയും എത്തുന്നില്ല എന്നതിന്റെ നേർക്കാഴ്ച തന്നെയാണ് നമുക്ക് ഈ നഗരത്തിനകത്ത് രൂപപ്പെടുന്ന വെള്ളക്കെട്ടിലൂടെ നടക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന. നിരവധി വീടുകൾ ഈ രീതിയിൽ തന്നെ വെള്ളക്കെട്ടിന്റെ പിടിയിലായിട്ടുണ്ട്. മഴ തുടരുകയാണ്, അത് ജനങ്ങളുടെ ദുരിതവും അതോടൊപ്പം തന്നെ തുടരുകയാണ്. എക്സാക്ട്ലി, എന്തായാലും അതാണ് പ്രശ്നം. ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനം, കൂട്ടായിട്ടുള്ള തീരുമാനങ്ങൾ, ആലോചിച്ചെടുക്കേണ്ട സാഹചര്യങ്ങൾ, നടപടികൾ, അതൊക്കെയാണ് കൊച്ചിയെയും ഇതുപോലെ കളമശ്ശേരിയും മൂലേപ്പാടും മാവേലി നഗറിനെയും ഒക്കെ രക്ഷിച്ചെടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇത്തരം ചെളിക്കുണ്ടുകളും ചെളിവാറിലേറൊക്കെ ഇനിയും തുടരുക തന്നെ ചെയ്യും. എന്നാണെങ്കിലും ഒരു ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾ നടക്കട്ടെ, കളമശ്ശേരിയിലാവട്ടെ കൊച്ചിയിലാവട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം. സ്വർണ്ണ വെള്ളി നിരക്കുകൾ